ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ശ്യാമലിലെ ജിമയിലെ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞാൽ മിനാൻ ചാവോദിയൻ ക്ഷേത്രം. അതാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു മാഴു എന്ന് പറഞ്ഞിട്ട് ഒരു ദേവിയുണ്ട്. ആ ദേവിക്ക് വേണ്ടി ഉള്ള ഒരു ക്ഷേത്രമാണിത്. പ്രത്യേകിച്ച് ഇതിനെ പാലസ് എന്നും പറയാറുണ്ട് ഇതിനെ. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ ഈ സൗത്ത് ചൈനയിൽ വളരെ ആരാധനയുള്ള ഒരു ദേവിയാണിത്. കാരണം ഈ കടൽ തീരത്ത് ഉള്ള എല്ലാ ഫിഷർമെൻസും, അതായത് മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ സമുദ്രത്തിൽ, അതായത് കപ്പലിൽ എവിടെ സമുദ്രമായിട്ട് ബന്ധപ്പെട്ട് എന്തിനു പോകുന്ന ആൾക്കാരും പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. പിന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശ്യാമൻ അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട്, അതായത് ഗോക്കി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതിൻ്റെ ഒരു പാത്വേ ഇതിൻ്റെ മുകളിൽ കൂടാണ് പോകുന്നത്. കാരണം ഇവിടെ ഇരുന്ന ഏത് സമയവും വിമാനം പോകുന്ന, ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ എപ്പോഴും വിമാനം പോകുന്ന, ഇങ്ങനെ ഓരോ 5 മിനിറ്റ് ഇടവിട്ടും വിമാനം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ക്ഷേത്രത്തിന്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആർക്കിടെക്ചർ. ഇതിനാണെങ്കിൽ ശരിക്കും ചുവന്ന കളറിലെ തൂണുകളും പിന്നെ ഡ്രാഗണിൻ്റെ രീതിയിലുള്ള കൊത്തുപണികൾ, അതായത് മൊത്തം പാമ്പുകളുടെ രീതിയിലുള്ള കൊത്തുപണികളാണ് ഫുള്ളായിട്ടും ഇതിനകത്ത്. ഇവരിവിടെ ശരിക്കും ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ശക്തി, അതുപോലെ തന്നെ ഭാഗ്യം, ഇതൊക്കെയാണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലുള്ള ഒരു ഗുണങ്ങളൊക്കെ ഇതാണ്. മൊത്തം ഇത് ചുവന്ന ബ്രിക്കുകൾ കൊണ്ടാണ് ഇത് മൊത്തം നിർമ്മിച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ കോണിലും നൂറ്റാണ്ടുകളായിട്ട് പഴക്കമുള്ള ഓരോ കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും. പല ഡിസൈനാണ്, അതായത് ഇവിടുത്തെ ചൈനീസ് ഡിസൈനാണ്. പൂക്കൾ, അതായത് ആനയുടെ ഡ്രാഗണ്, പിന്നെ ഇവിടുത്തെ പഴയ അവരുടെ രാജാക്കന്മാർ. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾക്ക് ഇവിടെ സ്വർണ്ണ പ്രതിമയും അതുപോലെ കാര്യങ്ങളുണ്ട്. ഇത് തുറക്കുന്ന ഓരോരോ സമയങ്ങളുണ്ട്. ഇവിടെ പ്രത്യേകിച്ചും ഇപ്പം ഡ്രാഗൺ ബോട്ട് ഫെസ്റ്റിവൽ നടക്കുവാണ് ഈ സമയങ്ങളിലും. പിന്നെ ഈ മാഴു ദേവിയുടെ ജന്മദിനത്തിൽ ഇവിടെ ഉത്സവമായിട്ട് ഇവർ ആരാധിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. പ്രത്യേക ടൈമിങ്ങിലൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ കാണുന്ന കൊത്തുപണികളും എല്ലാം ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്കും ഇവരുടെ ഒരു സംസ്കാരവും എല്ലാത്തിനും അനുയോജ്യമായ രീതിയിലാണ് ഇത് ചെയ്തു വച്ചിരിക്കുന്നത്. പിന്നെ നഗരത്തിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഉള്ളവരുടെ ഒരു ഒരു ശാന്തിയുടെയും ഒരു പരമ്പരാഗതത്തിൻ്റെയും ഒക്കെ ഉള്ള ഒരു പ്രതീകമായിട്ടാണ് ഇതിവിടെ സ്ഥിതി ചെയ്യുന്നത്, ഈ കാണുന്നത്. പിന്നെ ഇവിടെ ആൾക്കാർ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത് മിക്കപ്പോഴും ആരോഗ്യം, ഭാഗ്യം, ഇതൊക്കെയാണ്. പിന്നെ നൂറ്റാണ്ടുകളായിട്ട് പഴക്കമുള്ള ഇതാണ്. ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ ഇത് കൊണ്ട് നടക്കുന്നുണ്ട്. ഇത് ബുദ്ധിസ്റ്റ് ടെമ്പിൾ അല്ല, വേറൊരു ടെമ്പിളാണ്. ബുദ്ധിസം അല്ല ഇവർക്ക് ഇതിനകത്ത്. ഇത് വേറെ ഇവരുടെ ഓരോരോ ജാതികളൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിലുള്ള ടെമ്പിളാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സമുദ്രദേവി, ഈ മാഴുദേവി മത്സ്യബന്ധകരുടെയും പിന്നെ അതുപോലെ കപ്പൽ യാത്രക്കാരുടെയും ഒരു രക്ഷകനാണ്. അതുകൊണ്ട് ഈ കടൽ തീരപ്രദേശത്ത് വളരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ദേവിക്ക്. പിന്നൊരു പ്രത്യേകത, വിമാനങ്ങൾ ഈ മേൽക്കൂരയിലൂടെ മുകളിലൂടെ പറക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വിമാനത്താവളം ഇതിൻ്റെ അടുത്താണ്. ഇതിൻ്റെ ഒരു പാത്ത് ഇതിൻ്റെ മുകളിലേക്കൂടാണ്. എപ്പോഴും ഇതിൻ്റെ എൻജിൻ ശബ്ദവും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ശാന്തതയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. പിന്നെ ഈ സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയതും പഴയമയും കൂടെ ചേർന്ന് ഒരുമിച്ചുള്ള ഒരു മനോഹരമായ ഒരു അനുഭവമാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ മൊത്തം കൊത്തുപണികളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫുള്ളും ഇതിന് ചുറ്റും ഇതിന് വലിയൊരു ചരിത്രമാണിത്. അപ്പം ഇതിൻ്റെ ഫുള്ളും കൊത്തുപണികളും പല ഡിസൈനും വന്നാൽ തന്നെ നമുക്ക് ഇതിവിടുത്തെ ഒരു മിനാൻ സ്റ്റൈലാണ്. ഇവിടെ ഫുജിയാനിൽ മാത്രമുള്ളൊരു പ്രത്യേക സ്റ്റൈല് ഉള്ളൊരു കൊത്തുപണി. ഇതിൻ്റെ മേൽക്കൂരയെല്ലാം ശ്രദ്ധിച്ചറിയാം, ഒരു വള്ളം പോലെയാണ് ഇതിൻ്റെ മേൽക്കൂരയെല്ലാം ഇരിക്കുന്നത്. ഇതിവിടെ ഈ സിയാമിൽ ഈ ഫുജിയാനിൽ വരുന്നവർക്കറിയാം, ഇവിടെ നമ്മളെ ഫ്ലാറ്റുകളുണ്ടല്ലോ, ഫ്ലാറ്റിൻ്റെ എല്ലാ മുകളിലും ഇതേ സ്റ്റൈലിൽ വരച്ചിട്ടുണ്ട്. അതായത് വരയ്ക്കുകയല്ല, ഇതേ
ഇതേ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഫ്ലാറ്റിൻ്റെ അങ്ങ് മേൽക്കൂര അങ്ങ് മുകളിൽ ചെല്ലുമ്പം ഈ രീതിയിലാണ് ഇവിടെ അവസാനം ഫ്ലാറ്റിൻ്റെ പണി പൂർത്തിയാക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഫോട്ടോസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ വരുന്നതേ ഇതാണ്. ഇവിടെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെ. പിന്നെ നാട്ടുകാർ, സന്ദർശകർ അവർക്ക് ഇഷ്ടമനുസരിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും കളിക്കുകയും എല്ലാം ഉണ്ട്. പിന്നെ ഇവരെല്ലാവരും കൂടെ ചേരുന്ന ഒരു ഇടം കൂടിയാണിത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ഒരു ക്ഷേത്രം മാത്രമല്ല, ഒരു സാംസ്കാരിക കേന്ദ്രവും കൂടിയാണ് ഈ കാണുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ വരാൻ ആഗ്രഹമുള്ളവർക്ക് വരാം, കാണാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ നമ്മുടെ ചാവോദിൻ ക്ഷേത്രം. Thank you so much for watching my videos and keep supporting me. Thank you.